ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോഹൻലാൽ വേഴ്സ് മമ്മൂട്ടി എന്ന് വെച്ചാൽ നമ്മൾ മോഹൻലാലിനും മമ്മൂട്ടിയും കമ്പാരിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവരുടെ സിനിമ കരിയറിലുള്ള നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അവരുടെ സ്വഭാവം എന്ന് വെച്ചാൽ അവരുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇതിനകത്ത് മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ ഇതിൽ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നത് ആരാണ്? ഇതിനകത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഫ്രണ്ട്ഷിപ്പിന് കൂടുതലായിട്ടും വാല്യൂ കൊടുക്കുന്നത് മോഹൻലാലാണ്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിക്കകത്ത് പല പല ആൾക്കാരിലും മോഹൻലാലിന് നല്ല ഫ്രണ്ട്ഷിപ്പുണ്ട്. അത് അവർക്ക് മോഹൻലാലിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം മോഹൻലാൽ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരുടെ ഇടപെടുന്ന ആളാണ്. പക്ഷേ അതുപോലെയല്ല മമ്മൂട്ടി അങ്ങനെ എല്ലാവരുടെ അധികമായിട്ട് ചെന്ന് ഇടിച്ച് കയറി സംസാരിക്കാനോ അങ്ങനെ ഒരു കൂടുതലായിട്ട് പെണ്ണുങ്ങളടുത്ത് കൂടുതലായിട്ട് ഇടിച്ച് കയറി സംസാരിക്കാനോ ഒന്നും ചെല്ലുന്ന ആളല്ല. മമ്മൂട്ടി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പെൺകുട്ടികളോട് സംസാരിക്കാറില്ല നിങ്ങളെപ്പോലെ എന്ന് മമ്മൂട്ടി ഒരു സ്റ്റേജ് ഷോയിൽ പറയുന്നത് നമ്മൾ കേട്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന കാര്യം നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഏറ്റവും മാന്യനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നത് മോഹൻലാലാണ്. ഇനി ഇതിനകത്ത് ശത്രുത വെച്ച് പുലർത്തുന്നത് ആരാണ് എന്നാണ് നമുക്ക് നോക്കാറുള്ളത്. ശത്രുത വെച്ച് പുലർത്തി ഇൻഡസ്ട്രിയിൽ നിന്നും എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ തിലകൻ്റെയൊക്കെ ഇത് വന്ന സമയത്ത് ഇവർ രണ്ടുപേരും തിലകനെതിരായിരുന്നു. പിന്നെ പൃഥ്വിരാജിനെ ഒരു സമയത്ത് ഇവർ വിലക്കിയിരുന്നു. അതൊക്കെ അവർ ഒരേപോലെ പോയിരുന്നുവെങ്കിലും നമുക്കറിയാൻ സാധിച്ചത് നമുക്ക് ഇപ്പോൾ ഒരു വീഡിയോ തന്നെ മറ്റേ ഫിറോസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു മമ്മൂട്ടി മറ്റേ നല്ല ഷർട്ടിടാൻ സമ്മതിക്കില്ല, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ ഉടനെ സെറ്റിൽ നിന്ന് ഇറക്കി വിടും എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് അതിൽ നിന്നും നമുക്ക് നിഗമിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ മമ്മൂക്ക പുള്ളിക്ക് ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കുറച്ച് മുമ്പൊക്കെ പുള്ളിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം സെറ്റിൽ ഏറ്റവും ടിപ് ടോപ്പായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ച് ഏറ്റവും സ്റ്റൈലിഷായിട്ട് നടക്കേണ്ടത് മമ്മൂട്ടിയാണ് എന്നൊരു തോന്നൽ പുള്ളിക്കുണ്ടായിരുന്നു. അത് വേറൊരാൾ ചെയ്തു വരുമ്പോഴത്തേക്കും പുള്ളിക്കൊരു അവരുടെ അടുത്തൊരു ശത്രുതാ മനോഭാവം നമ്മൾ കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ മോഹൻലാലിൻ്റെ കാര്യത്തിൽ ഇതുവരെ നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. പിന്നെ അടുത്ത് നമുക്ക് സംസാരിക്കാനുള്ളത് ഇതിനകത്ത് ലാസ്റ്റ് വരാം. ഓക്കെ, ഇതിനകത്ത് നമുക്കിപ്പോൾ ഡയറക്ടേഴ്സുമായിട്ട് ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ളത് നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ തന്നെയാണ്. കാരണം മോഹൻലാലിൻ്റെ കൂടെ പ്രിയദർശൻ സിനിമകളെന്ന് വെച്ചാൽ ഭയങ്കര മോഹൻലാലിൻ്റെ കൂടെ കോംബോ ആയിട്ട് ഇറക്കിയ സിനിമകളാണ്. പ്രിയദർശൻ്റെ സിനിമകളാണ് മോഹൻലാലിനെ കൂടുതലായിട്ട് ഒരു കോമഡി എന്നുള്ളൊരു കാറ്റഗറിയിൽ മികച്ചു നിർത്തിയത്. പിന്നെ അതുപോലെ തന്നെ മോഹൻലാലിന് സ്ഥിരം ഡയറക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ സിനിമകൾ ചെയ്യപ്പം തന്നെ ജിത്തു ജോസഫിനെ പിടിച്ചതിന് ശേഷം ജിത്തു ജോസഫിൻ്റെ പല ചിത്രങ്ങളും വന്നു. കാരണം ഒരു ആളുടെ ഡയറക്ടറിൻ്റെ ഒരു ഡയറക്ടർ എന്ന് വെച്ചാൽ ഒരു കഴിവ് തെളിയിച്ച ഡയറക്ടറിന് മാത്രമാണ് മോഹൻലാൽ അവസരം കൊടുത്തിട്ടുള്ളത്. അല്ലാതെ മോഹൻലാൽ ഒരു പുതുമുഖ സംവിധായകന് അവസരം കൊടുത്തത് വെറും 1-2 സിനിമകളിൽ മാത്രമായിരിക്കും. പക്ഷേ മമ്മൂട്ടി അങ്ങനെയല്ല, പല സംവിധായകന്മാർക്കും ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പുതിയ സംവിധായകന്മാർ ഏറ്റവും കൂടുതൽ വന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെയാണ്. അതിപ്പോൾ ഒരു മോഹൻലാൽ ഫാൻസിനും എതിർത്ത് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്ടേഴ്സിനുമായിട്ട് കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ളതും മോഹൻലാലുമായിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം കൂടുതൽ ആളുകൾ ഇൻഡസ്ട്രിക്ക് അത് ഇഷ്ടപ്പെടുന്നതും മോഹൻലാലിനെ ആയിരിക്കും. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പിന്നെ ഏറ്റവും അവസാനത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ വിഷയം എന്ന് വെച്ചാൽ ഒരു ലേഡീസുമായിട്ട് എങ്ങനെയാണ് ഇവർ രണ്ടുപേരും എന്ന് നമ്മൾ നോക്കുമ്പം ഇതിനകത്ത് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ടോക്കും പിന്നെ യൂട്യൂബും സോഷ്യൽ മീഡിയ എല്ലാം പറയുന്നത് ആ കാര്യത്തിൽ മാന്യൻ മമ്മൂട്ടിയാണ് എന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ നിങ്ങൾ പറയും മമ്മൂട്ടി വെറും പെണ്ണുടിയനാണ്, മോഹൻലാലാണ് മാന്യൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറയും. പക്ഷേ ഇൻഡസ്ട്രിയിൽ നിന്ന് മൊത്തത്തിലും എന്ന് വെച്ചാൽ ലേഡീസിൻ്റെ ഭാഗത്തുനിന്നും ബാക്കിയുള്ള ഇപ്പോൾ മോഹൻലാൽ അങ്ങനെയുള്ള ആളാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ മാന്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മമ്മൂട്ടിയാണെന്ന് ഒറ്റ വാക്കിൽ എല്ലാവരും ഉത്തരം പറയും. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതിനകത്ത് കുറച്ചൊക്കെ കാര്യങ്ങൾ ഇൻഡസ്ട്രിക്കകത്ത് വേറെ ആരും ആരോപണമൊന്നും ഉന്നയിച്ചതല്ലെങ്കിൽ പോലും മോഹൻലാലിനെതിരെ കുറേ പ്രശ്നങ്ങളുണ്ട് മോഹൻലാലിന് ലേഡീസ് സംബന്ധമായിട്ട്. കാരണം ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ഇൻ്റർവ്യൂവർ മോഹൻലാലിനോട് ചോദിച്ചു, നിങ്ങളുടെ കൂടെ കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം 3000 കടന്നില്ലേ? മോഹൻലാൽ തമാശ രൂപേണ പറഞ്ഞു അത് അതിലും കൂടുതൽ കാണുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്ര ഉണ്ടോ ഇത്ര ഇല്ലെന്നൊന്നും ഇല്ലെങ്കിലും ആ ഒരു കാര്യത്തിൽ മമ്മൂട്ടിക്കാണ് നമുക്ക് മാർക്ക് കൊടുക്കേണ്ടത്, ആ ഒരു കാര്യത്തിൽ മാത്രം. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ലാലേട്ടൻ മുമ്പിട്ട് നിൽക്കുന്നു. ലാലേട്ടൻ മുമ്പിട്ട് നിൽക്കുന്നു. അപ്പം ഇതാണ് ഇവരുടെ
നമുക്ക് സിനിമ എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ജീവിതത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള 4 കാറ്റഗറിയിൽ മോഹൻലാൽ മുമ്പിട്ട് നിന്നെങ്കിലും ഈ 5ാമത്തെ കാറ്റഗറിയിൽ മമ്മൂട്ടി മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ 4 ഉള്ളതിൻ്റെ ഹൈപ്പിനെക്കാളും കൂടുതൽ മമ്മൂട്ടിക്കാണ് ഞാൻ മാർക്ക് കൊടുക്കുന്നത്. കാരണം 5ാമത്തെ കാറ്റഗറിയാണ് ഏറ്റവും സ്വന്തം സഹചാരികളോട് അല്ലെങ്കിൽ സ്വന്തം കൂടെ നിൽക്കുന്ന സ്ത്രീകളോട് മാന്യമായി പെരുമാറുക എന്നുള്ളത്. അതിന് മമ്മൂട്ടിക്ക് മോഹൻലാലിനേക്കാളും ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അത് മമ്മൂട്ടി തന്നെയാണ് അതിൽ ഏറ്റവും മികച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മാന്യമായ ഭാഷയിൽ.